അപ്പോൾ ഇന്ന് മലയാളത്തിൽ നിന്നും ഒരുപാട് വമ്പൻ ചിത്രങ്ങൾ ഓൺലൈൻ വഴി റിലീസ് ചെയ്യാൻ പോകുന്ന ദിവസമാണ്. അപ്പോൾ ആ ചിത്രങ്ങൾ ഏതെല്ലാമാണ് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ പുള്ളി എന്നൊരു ചെറിയൊരു മലയാള ചിത്രം മനോരമ മാക്സ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ വരുന്ന സെപ്റ്റംബർ 27-ാം തീയതിയോടുകൂടി ഓൺലൈൻ വഴി പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാളരാത്രി എന്നൊരു ചെറിയൊരു 18+ മലയാള ചിത്രം കൂടി മനോരമ മാക്സിലൂടെ ഈ വരുന്ന സെപ്റ്റംബർ 28-ാം തീയതിയോടുകൂടി ഓൺലൈൻ വഴി പ്രീമിയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ചിത്രം ഈ കഴിഞ്ഞ ഓണം റിലീസായിട്ട് മലയാളത്തിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്ന ലോക എന്ന സൂപ്പർ ഹീറോ മൂവിയാണ്. ഈ ചിത്രത്തിൽ കല്യാണി പ്രിയദർശനും നെസ്ലിനും ഒക്കെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ടൊവിനോ, ദുൽഖർ സൽമാൻ എന്നിവരൊക്കെ ഈ ഒരു ചിത്രത്തിൽ ക്യാമിയോ വേഷത്തിലൊക്കെ എത്തിയിട്ടുമുണ്ടായിരുന്നു. അതിൽ നമുക്ക് മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നേടിത്തന്ന ഒരു ചിത്രം കൂടിയാണിത്. ഈ ഒരു ചിത്രമാണ് ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറിയിട്ടുള്ള ചിത്രമായിട്ട് അറിയപ്പെടുന്നത്. ഈ ഒരു ചിത്രത്തിന് ഇതിനോടകം തന്നെ വേൾഡ് വൈഡായിട്ട് ഏകദേശം 275 കോടി രൂപയ്ക്ക് മുകളിൽ വരെ കളക്ഷനൊക്കെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ കൂടുതലും വാങ്ങാൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സ് തന്നെയായിരിക്കും. പക്ഷേ ഈ ഒരു ചിത്രം ഈ അടുത്തൊന്നും ഓൺലൈൻ വഴി പ്രീമിയർ ചെയ്യാൻ പോകുന്നില്ല എന്ന് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ കൂടിയായിട്ടുള്ള ദുൽഖർ സൽമാൻ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം പകുതിയോടുകൂടിയൊക്കെ ആയിട്ടായിരിക്കും ഓൺലൈൻ വഴി പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അടുത്തത് AR മുരുകദോസിന്റെ ഡയറക്ഷനിൽ ശിവകാർത്തികേയൻ നായകനായിട്ട് എത്തിക്കൊണ്ട് ഈ മാസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന മധുരാസി എന്നൊരു തമിഴ് ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന് വെറും ഒരു ആവറേജ് അഭിപ്രായം മാത്രമായിരുന്നു അന്ന് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ HD പ്രിന്റ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഓൺലൈൻ വഴി ലീക്ക് ആയിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇതുവരെ ഈ ഒരു ചിത്രം ഒഫീഷ്യലായിട്ട് ഓൺലൈൻ വഴി റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഈ വരുന്ന ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കിലായിട്ട് തന്നെ മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ ഓണത്തിന് ലോക എന്ന ചിത്രത്തിന്റെ കൂടെ തന്നെ കല്യാണി പ്രിയദർശൻ പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് എത്തുന്ന ഓടും കുതിര ചാടും കുതിര എന്നൊരു മറ്റൊരു മലയാള ചിത്രം കൂടി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു കോമഡി ചിത്രമാണ്. പക്ഷേ ഈ ഒരു ചിത്രത്തിന് അന്ന് വളരെ മോശം റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 30 കോടി ബഡ്ജറ്റിൽ വന്നിട്ടുള്ള ഈ ഒരു ചിത്രത്തിന് വെറും 3 കോടി രൂപ മാത്രമാണ് അന്ന് കളക്ഷനായിട്ട് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു ചിത്രം അന്ന് വലിയൊരു തോൽവിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ 26-ാം തീയതി, അതായത് ഇന്ന് രാത്രിയോടുകൂടി ഈ ഒരു ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മാസങ്ങളായിട്ട് ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന ഒരു മലയാള ചിത്രമാണ് ആസിഫ് അലിയുടെ സർക്കിട്ട് എന്നൊരു ഫീൽ ഗുഡ് മൂവി. ഇത് കാണാൻ കൊള്ളാവുന്ന അത്യാവശ്യം നല്ലൊരു ചിത്രമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ മനോരമ മാക്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ മനോരമ മാക്സിലൂടെ ഈ ഒരു ചിത്രം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ വരുന്ന സെപ്റ്റംബർ 26-ാം തീയതി, അതായത് ഇന്ന് രാത്രിയോട് കൂടിയാണ് ഈ ഒരു ചിത്രം മനോരമ മാക്സിലൂടെ പ്രീമിയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ 9ാമത്തെ ചിത്രം നമ്മുടെ ലാലേട്ടൻ്റെ ഈ കഴിഞ്ഞ ഓണത്തിന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഹൃദയപൂർവ്വം എന്ന മലയാള ചിത്രമാണ്. ഇത് നല്ലൊരു കോമഡി എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. ഈ ഓണത്തിന് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന മലയാള ചിത്രങ്ങളിൽ വിജയമായി മാറിയിട്ടുണ്ടായിരുന്ന ഒരു ചിത്രം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രവും ഈ വരുന്ന സെപ്റ്റംബർ 26-ാം തീയതി, അതായത് ഇന്ന് രാത്രിയോടുകൂടി തന്നെയാണ് ഈ ഒരു ചിത്രവും ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ചിത്രം ഇപ്പോൾ ഏറ്റവും അധികം പേർ ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന സുമതി വളവ് എന്നൊരു ഹൊറർ ത്രില്ലർ മലയാള ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് അർജുൻ അശോകനാണ്. ഈ ഒരു ചിത്രത്തിന് അന്ന് അത്യാവശ്യം നല്ല അഭിപ്രായങ്ങളൊക്കെ തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ സി5 ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ സി5ലൂടെ ഈ ഒരു ചിത്രം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ വരുന്ന സെപ്റ്റംബർ 26-ാം തീയതി, അതായത് ഇന്ന് രാത്രിയോട് കൂടി തന്നെയാണ് ഈ ഒരു ചിത്രവും സി5ലൂടെ പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ബൈ.